ഹലോ, ഇന്നത്തെ വീഡിയോ ഞാൻ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള 2 ഡയറീസും അതുപോലെ തന്നെ എൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് കാണിക്കുന്നത്. ഒരു ബോക്സിൽ വരുന്ന നോട്ട് പാഡ്സും അതുപോലെ തന്നെ കുറച്ച് എറേസേഴ്സും ഗിഫ്റ്റ് ചെയ്തതാണ്. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറിയാണ്. 2025 ഡയറീസും അതുപോലെ തന്നെ ജേണലിൻ്റെ സെറ്റ്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ നാളായിട്ട് ഒരു റെസിപ്പി ബുക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അതുപോലെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഒരു ഡയറി വാങ്ങിയിട്ട് അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച ഒരു ഡയറിയാണിത്. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ലോക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ പേജിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പേജസാണ്. ഭയങ്കര കട്ടിയുള്ള പേജാണ്. അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്താലോ അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് പെന്നുകൊണ്ട് യൂസ് ചെയ്താലോ അപ്പുറത്തേക്കൊന്നും മഷി അളക് പരക്കൊന്നും ചെയ്യില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പേജസാണ്. ഞാനിതിലൊരു റോൾഡ് സ്ട്രോബെറി കേക്കിൻ്റെ ഒരു റെസിപ്പി ഫസ്റ്റ് തുടങ്ങി എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയായിട്ടില്ല വരച്ചത്. അതിങ്ങനെ കളയണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്, ഫുള്ളാക്കാതെ. പിന്നെ ഇതിൽ ഒരുപാട് പേജസ് ഉണ്ട്. എത്ര പേജസാണെന്നൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കാണിക്കും എത്ര പേജസ് ഉണ്ട്. പേജിൻ്റെ കവർ ലെതർ ആണോ എന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ കസിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റുകളാണ്. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഈ ഒരു നോട്ട് പാഡ്സാണ്. ഇത് 5 ഷെയ്ഡ്സിലാണ് അതിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാ വാങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റിക്കി ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഒട്ടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ട് പേജ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഇമോജസിൻ്റെ റൈസേഴ്സാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എറൈസറുകളാണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു ഷേപ്പിലും അതേ ഒരു തീമിലും വരുന്ന ഒരു എറൈസർ ഉണ്ട്. അത് കാണാൻ നല്ല ക്യൂട്ടാണ്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കറക്ഷൻ ടേപ്പാണ്. ഈ കറക്ഷൻ ടേപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് പിന്നെയാണ് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പം ഞാനിതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പഴയ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ഇത് വന്നില്ല. പിന്നെ ഒരുപാട് വട്ടം ട്രൈ ചെയ്തപ്പോഴാണ് ഇതൊന്ന് ശരിയായത്. തലങ്ങും വിലങ്ങൊക്കെ മറിച്ചും പിരിച്ചൊക്കെ നോക്കി, പക്ഷെ ശരിയായില്ല. ലാസ്റ്റ് എവിടെയോ ആക്കിയപ്പോൾ പെട്ടെന്നൊന്നും അങ്ങോട്ട് വന്നു. ഞാനിതിന് മുമ്പ് ഫസ്റ്റ് ടൈം കയ്യിൽ കിട്ടിയ നേരത്ത് ഇത് ചെയ്തപ്പോൾ ഫസ്റ്റ് ഒരു വട്ടം ചെയ്തപ്പോൾ തന്നെ ഇത് ശരിയായിട്ടോ. ശരിയായ ഭാഗത്ത് തന്നെ ആ ഒരു തുടക്കത്തിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളൊന്നും അത് കവർ ചെയ്ത് പോയിട്ടുമില്ല. ലാസ്റ്റ് താഴെ ഒന്ന് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് പോയപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയായി. എന്തായാലും സംഭവം ഇങ്ങനെയാണ് വരുന്നത്. ഒരു വൈറ്റ്നർ കൊണ്ട് നമ്മൾ മായ്ച്ച് കളയുമ്പോൾ എങ്ങനെ വരിക അതുപോലെ തന്നെയാണ് ഈ സംഭവം വരുന്നത്. ഇതിലേറെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് വൈറ്റ്നറാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഡയറിയാണ്. ഡയറി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഡയറി ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളിങ്ങോട്ട് കൊടുന്ന് തന്നതും. താഴെ ഒരു പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ താഴെ നമ്മളെ സ്റ്റിക്കറിന്ന് ഒരു കോഡ്സ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മളൊരു ബയോഡാറ്റ പോലെ ഒരു പേജാണ്. അതിൽ ഞാൻ പേരും അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സ്റ്റിക്കറും അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് നമ്മൾ ഡേറ്റോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിനായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ വരയുള്ള ബുക്കാണ്. അതിൽ നമുക്ക് ഒരുപാട് നല്ല പേജാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഗിഫ്റ്റുകൾ അത്രയ്ക്കുള്ളൂ. നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബുക്കാണ്. ഈ ഒരു ബുക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മാസത്തോളമൊക്കെ ആയി. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓരോ മൊമെൻറ്റ്സുകളും ഞാൻ റിയലൈസ് ചെയ്ത് വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ ആ ഒരു ദിവസമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്.
ഇത് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡ്രീമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരച്ച് കൊടുത്തിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അങ്ങനെ സൈഡിൽ ഒരു പേജിൽ കുറച്ച് പിക്ചേഴ്സും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മളെ മൊമെൻറ്റ്സും അങ്ങനെയായിട്ടാണ് ഈ ഒരു ബുക്ക് ഞാൻ എഴുതുന്നത്. ഇത് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സുകളുമായിട്ട് പുറത്ത് പോയിട്ടുള്ള ഒരു എക്സ്പോ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആയിട്ട് ഒരു എക്സ്പോ വന്നിരുന്നു, അതിന് പോയതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഗിഫ്റ്റ് ചെയ്ത ഫോൺ അൺബോക്സ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്ത് വരച്ചതാണ്. പിന്നെ അപ്പുറത്ത് ഞാൻ എൻ്റെ ഓൾഡായിട്ട് ഉള്ള ഒരു ഫോട്ടോ, ഒരു ചെറിയ ഫാമിലി ഫോട്ടോ ആണത്, അത് വരച്ചിട്ടുണ്ട്. അതിൽ പെയിൻറ് കൊടുക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചതാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബുക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.